എന്ന് പറയുന്നത് നമ്മൾ 2025 വിഷൻ ബോർഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു റൂം ഡെക്കോർ വീഡിയോ ആയിട്ടൊന്നും കാണണ്ട, സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു കാര്യമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം വിഷൻ ബോർഡ് എന്താണെന്ന് പറയാം കേട്ടോ. ഞാൻ മുന്നേയും വിഷൻ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഞാനത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും റിയലൈസ് ചെയ്യാതെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2024 എൻഡ് ആയപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് കാണാൻ തുടങ്ങി. വിഷൻ ബോർഡിൽ ഉണ്ടാക്കിയിട്ട് വളരെ സക്സസ്ഫുള്ളായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ്. അപ്പോഴാണ് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുക എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് പിന്നെയും കണ്ട് കുറേ റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇനി ഒരു പ്രോപ്പറായിട്ട് 2025 ഒരു പ്രോപ്പർ വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു തോട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കല്ലേ, നിങ്ങളെ കൂടെ കാണിക്കാം, നിങ്ങളും ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിഷൻ ബോർഡ് എന്താണെന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാ ന്യൂ ഇയറിൻ്റെ തുടക്കത്തിലും നമുക്ക് കുറേ റെസൊല്യൂഷൻസും എൻ്റെ ലൈഫ് 2025 ഇങ്ങനെ ആവണം അങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട് ഒരു ബോർഡ് ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് 2025 ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വിഷൻ ബോർഡിലെ ഒരു ഗോൾ മാത്രമാണ് കേട്ടോ അത്. അപ്പോൾ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്ന ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യുക, അത് വിഷൻ ബോർഡിൽ ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് അത് മാത്രമാവില്ലല്ലോ നമുക്ക് 2025 ഗോള്. നമ്മൾ പല ആസ്പെക്ട്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടാവുമല്ലോ ലൈഫിൻ്റെ പല കാറ്റഗറിയിൽ. കരിയർ ആവാം, റിലേഷൻഷിപ്സ് ആവാം, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ആവാം, ഫൈനാൻഷ്യൽ ഗോൾസ് ആവാം. അങ്ങനെ പല ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടാവും. അപ്പോൾ ഇതാദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഒരു ബുക്കും പെന്നും എടുത്തിട്ട് ഇരിക്കുക, നമുക്ക് ലൈഫിൽ എങ്ങനെയാണ് ആവേണ്ടത്, 2025 എന്തൊക്കെ ഗോൾസാണ് അച്ചീവ് ചെയ്യേണ്ടത്. അതായത് ലൈഫിലെ ഓരോ ഭാഗങ്ങളും, ഇനിയിപ്പോൾ കരിയർ ആണെങ്കിലോ സ്റ്റഡീസ് ആണെങ്കിലും എല്ലാത്തിനും ഡിഫറെൻറ്റ് ഗോൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഗോൾസ് എന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ കരിയർ വൈസ് നമുക്ക് ഈ കമ്പനിയിൽ ഈ പൊസിഷനിൽ ജോലി കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഒരു പെൺകുട്ടി ഇരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ അത് നമുക്ക് വിഷൻ ബോർഡിൽ ആഡ് ചെയ്യാം. അങ്ങനെയാണ് വിഷൻ ബോർഡിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ ഗോൾസും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് പ്രിൻ്റ് എടുത്തിട്ടാണ് ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ എൻ്റെ പ്രോസസ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് ഗോൾസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുപോലെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ വിഷൻ ബോർഡ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം. ഇത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഇയറിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പല റെസൊല്യൂഷൻസും നമ്മൾ മറന്നുപോകും. ഈ പകുതിയൊക്കെ ആകുമ്പോഴേക്കും എന്താണെന്ന് പോലും ഓർമ്മയില്ലാണ്ടായിട്ടുണ്ടാവും. വിഷൻ ബോർഡ് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരട്ടോ, നമുക്ക് എന്നും കാണുന്ന ഒരു സ്ഥലത്ത് ആയിരിക്കണം ഉണ്ടായിട്ടുണ്ടാവുക. ഇങ്ങനെ ഫിസിക്കൽ വിഷൻ ബോർഡ് ഉണ്ടാക്കണം എന്ന് തന്നെ നിർബന്ധമില്ല, നമുക്ക് ഡിജിറ്റൽ വിഷൻ ബോർഡും ഉണ്ടാക്കാം. അതിന് ക്യാൻവ പോലുള്ള ആപ്പുകളിലൊക്കെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. വിഷൻ ബോർഡ് 2025 ടെംപ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ക്യാൻവയിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ ആ ടെംപ്ലേറ്റ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് വാൾപേപ്പറും ഫോണിൻ്റെ വാൾപേപ്പറും അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ വാൾപേപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരം കാണുന്ന ഒരു സ്ഥലത്ത് ഇതുണ്ടാവണമെന്നേ ഉള്ളൂ. അതായത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് റിമൈൻഡ് ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് ഒരു കോൺസ്റ്റൻറ്റ് റിമൈൻഡറായിട്ട് ഇതിങ്ങനെ ഉണ്ടാവണം. കാരണം നമ്മളൊരു സ്പെസിഫിക് ഗോൾ വെച്ച് ഒരു ഇയറിലേക്ക് കടക്കുമ്പോൾ അത് അറ്റൈൻ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റാദർ ദാൻ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആവണം എന്നുള്ളൊരു ചിന്ത മാത്രമല്ലാണ്ട് അതിൻ്റെ ഒരു ഫിസിക്കൽ ഫോമല്ലേ നമ്മൾ കാണുന്നത്, അത് അറ്റൈനബിൾ ആണെന്ന് നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഗോൾസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാനതിന് കരിയർ, ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, സെൽഫ് കെയർ, ഫൈനാൻസ്, റിലേഷൻഷിപ്പ് ഇങ്ങനെ 4 കാറ്റഗറി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓരോ ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ എൻ്റെ 2023 ജേർണലിൽ ഉണ്ടാക്കിയൊരു സ്പ്രെഡായിരുന്നു കേട്ടോ. ഇത് വിഷൻ ബോർഡ് അല്ലെങ്കിലും ഞാൻ എൻ്റെ ഗോൾസൊക്കെ എഴുതി വെച്ചൊരു സ്പ്രെഡായിരുന്നു. ഇങ്ങനെയായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വിഷൻ ബോർഡ് പോലെ ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇനി നമ്മളുടെ നെക്സ്റ്റ് പരിപാടി പിൻട്രസ്റ്റിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതി വെച്ച ഗോൾസൊക്കെ ഉണ്ടല്ലോ, അതിനോട് റെസണേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഇമേജസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കോട്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നുന്ന കോട്ട്സ്, നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന പോലെയുള്ള കോഡ്സ് അതിൽ തന്നെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ. പിന്നെ അതുപോലെ തന്നെ 2025 എന്നുള്ളൊരു വിഷൻ ബോർഡിൻ്റെ സെൻറ്ററിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്
ഒരു 2025 എന്ന് എഴുതിയ ഒരു ഇമേജും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എഴുതി വെച്ച ഗോൾസിൽ നോക്കിയിട്ടാണ് ഓരോന്ന് സെർച്ച് ചെയ്ത് ഓരോ ഇമേജ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വെരി സ്പെസിഫിക് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമുക്കൊരു അപ്പാർട്ട്മെൻറ്റിനാണ് ആഗ്രഹം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനത്തെ അപ്പാർട്ട്മെൻറ്റാണോ ആഗ്രഹം അതുപോലത്തെ ഇമേജ് സെലക്ട് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റ് ആക്കുന്നതിലും നല്ലത് ഇപ്പോൾ നമുക്ക് വലിയ വിൻഡോസ് ഉള്ളൊരു അപ്പാർട്ട്മെൻറ്റിനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഇമേജസ് തന്നെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ നോക്കുക കേട്ടോ. എന്താണോ വേണ്ടത് ആ എക്സാക്റ്റ് ഇമേജ് കിട്ടുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് 2025 ന്യൂ ഹോബീസ് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തത് ക്രോഷയാണ്. കുറേ കാലമായിട്ട് ക്രോഷേ ചെയ്യാൻ പഠിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. പക്ഷേ അതിൻ്റെ സപ്ലൈസ് വാങ്ങിക്കുക അങ്ങനെ ഒരു സ്റ്റെപ്പും അതിനുവേണ്ടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ 2025 അതിനും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ക്രോഷേ ചെയ്യുന്ന ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമേജസൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി ക്യാൻവയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം ക്യാൻവയിൽ പുതിയൊരു ഫയൽ ഉണ്ടാക്കുമ്പോൾ ഞാനിപ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു A3 സൈസ് പേപ്പറിലാണ്. അതായത് വലിയ പേപ്പറിൽ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ 2 ഷീറ്റിലും ഇത് കൊള്ളുമല്ലോ. അങ്ങനെയാണ് ഞാൻ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ A4 ഷീറ്റിലാണ് പ്രിൻ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ സൈസൊക്കെ കറക്റ്റ് കൊടുത്തിട്ട് അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഇനി ഈ ഇമേജസ് എല്ലാം 2 പേപ്പറിൽ കൊള്ളുന്ന രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കണം. അതിനങ്ങനെ സ്പെഷ്യൽ ടിപ്സൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ല. ജസ്റ്റ് സൈസൊക്കെ മാറ്റി റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതെല്ലാം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നതേ ഉള്ളൂ. ഈ സെയിം ഫീച്ചേഴ്സൊക്കെ നമുക്ക് മൊബൈൽ ഫോണിലും ക്യാൻവ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ആരും വിചാരിക്കണ്ട, മൊബൈലിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം ഇപ്പോൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അറേഞ്ച് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യുന്നത് PDF പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പോകുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ അതാണെന്ന് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് സേവ് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുത്ത് കിട്ടിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ക്യാൻവയിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് പ്രിൻ്റ് എടുത്താൽ തന്നെ മതി, അതോടെ പണി തീരും. പക്ഷേ എനിക്കിതിങ്ങനെ വെട്ടി ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ആക്കി ഒട്ടിക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ഫർദർ സ്റ്റെപ്പ് എടുത്ത് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാതെ ക്യാൻവയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ട് A3 സൈസിൽ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ വർക്ക്സൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ പ്ലേ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ്. കാരണം നമ്മൾ മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടാത്ത വർക്കുകളല്ലേ ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഓഡിയോ ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അലി അബ്ദാലിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുമായിരുന്നു, പ്രൊഡക്ടിവിറ്റീനെ കുറിച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മോട്ടിവേഷനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കുറച്ച് നല്ല കണ്ടൻറ്റൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല കണ്ടൻസും കാര്യങ്ങളൊക്കെ ഞാനിരുന്ന് കാണുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനത് മറക്കും. അതിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ അങ്ങനെ അധികവും വിചാരിക്കാറുണ്ട്. പക്ഷേ ആ കണ്ടൻറ്റ് കഴിയുന്നതോടുകൂടി അതിൻ്റെ മെമ്മറിയിൽ നിന്നും അത് പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കേൾക്കുന്നതൊക്കെ ഒന്ന് എഴുതിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ വിഷൻ ബോർഡും അങ്ങനെയുള്ളൊരു ടാക്റ്റിക് തന്നെയാണ്. അങ്ങനെ അധികം മനസ്സിൽ നിൽക്കില്ല എന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് റിമൈൻഡർ പോലെ അതേ ഒരു
സാധനം തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആ വീഡിയോയിൽ കുറേ പ്രൊഡക്ടിവിറ്റി ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ടിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫോം ബോർഡാണ് കേട്ടോ. നമ്മൾ ബോക്സൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വിഷൻ ബോർഡിൻ്റെ വീഡിയോസ് കാണുന്നതിലധികം പേരും ഫോം ബോർഡിലാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഫോം ബോർഡിലായിക്കോട്ടെ എന്ന്. ശരിക്കും ഫോം ബോർഡില്ലെങ്കിൽ ചാർട്ടായാലൊക്കെ മതി. ഫോം ബോർഡ് ഞാൻ അവിടെ കണ്ടപ്പോൾ ഉണ്ടായപ്പോൾ വാങ്ങിയെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ചാർട്ടിലും ഒട്ടിക്കാം. ഇനി അറേഞ്ച്മെൻറ്റ് പരിപാടികൾ. അറേഞ്ച്മെൻറ്റിന് ഞാൻ ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊരു ചെറിയ ടിപ്പ് പറഞ്ഞു തരാനുള്ളത്, ആദ്യം ബോർഡറിൽ വരുന്ന ഇമേജസൊക്കെ ആദ്യം സ്റ്റിക്ക് ചെയ്യുക. അതായത് ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി. അതാവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ നിന്നേ ഒട്ടിച്ച് താഴെ എത്തുമ്പോൾ പിന്നെ ഒരു ഷേപ്പില്ലാത്ത പോലെ ആവും. സ്ക്വയർ ഷേപ്പിലാവാനാണല്ലോ ഭംഗി. അപ്പോൾ ആദ്യം സ്ക്വയർ ഷേപ്പിൽ ഒട്ടിക്കുക, എന്നിട്ട് സെൻറ്ററിൽ വരുന്നതൊക്കെ ലാസ്റ്റ് ഒട്ടിച്ചാൽ മതി. ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ തന്നെ എന്തായാലും ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ടേ ഒട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ നേരത്തെ ഇത്ര വലിയ ഫോം ബോർഡ് വേണ്ടാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ അതിൻ്റെ അകത്തൊരു സ്ക്വയർ പോലെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ പ്രിൻ്റ് എടുത്ത എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്ന പാർട്സ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഫൈനൽ ടച്ചപ്സ് കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ പിക്ചേഴ്സ് മുഴുവൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടും ഇതുപോലെയുള്ള ഗ്യാപ്സ് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫില്ലായി നിൽക്കാത്തത് ഒരു അഭംഗി പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും കുറച്ച് ഇൻസ്പയറിങ് കോഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ഒട്ടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാപ്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ കോഡ്സും പ്രിൻ്റ് എടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ. ഞാനങ്ങനെയൊന്നും പ്രിൻ്റ് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലൊരു തെർമൽ പ്രിൻ്റർ ഉണ്ടായിരുന്നു, അതിൽ വീട്ടിൽ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കുക ചെയ്തത്. അങ്ങനെ കോഡ്സൊക്കെ പ്രിൻ്റ് എടുത്തു. അതിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ തന്നെ നിൽക്കുന്ന കാണുമ്പോൾ അത്ര ഭംഗിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ടെക്സ്റ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഗ്യാപ്പിലെല്ലാം ഫില്ല് ചെയ്തെടുത്ത് അങ്ങനെ ഗ്യാപ്പുള്ളിടത്തൊക്കെ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ ഈ കോഡ്സൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് സ്റ്റിക്കർ പേപ്പറിൽ തന്നെയാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് സ്റ്റിക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2025 വിഷൻ ബോർഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.
ഇനി ഇത് കാണുന്നൊരു സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്യണം. ഞാൻ എൻ്റെ ബെഡിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്, അവിടെ സ്റ്റിക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് തന്നെ മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെ വിഷൻ ബോർഡ് എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ വീഡിയോ ലേറ്റായിട്ട് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പോലും ഇറ്റ്സ് നെവർ ടു ലേറ്റ്. അപ്പോൾ 2025 സ്റ്റാർട്ട് ചെയ്തിട്ടുമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിലും അത് ഉണ്ടാക്കുക കേട്ടോ. കാരണം നമ്മൾ ഗോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ക്ലിയർ വിഷനൊക്കെ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുക. എന്നിട്ട് എപ്പോഴും നന്നായി പ്രൊഡക്റ്റീവായിരിക്കണം. പ്രൊഡക്റ്റീവായിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണല്ലോ അപ്പോൾ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.